നിർണായകമായ ഇന്ത്യ സഖ്യ യോഗം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ബസ്സിൽ നേരത്തെ തന്നെ കോൺഗ്രസ് സ്ട്രാറ്റജി യോഗം പൂർത്തിയായിരുന്നു. നേരത്തെ കൃത്യമായി തന്നെ നിലപാട് വിശദീകരിച്ചതാണ് പ്രതിപക്ഷ എംപിമാരെല്ലാം. പക്ഷേ നാളെ പാർലമെന്റ് ലോക്സഭാ സമ്മേളനം ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി ബില്ലിനെ എതിർക്കുക എന്നുള്ള നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ഒരു ധാരണ, ഏകീകരണമായിരിക്കാം ഇനി ഇന്ത്യ സഖ്യ യോഗത്തിൽ നടക്കാൻ പോകുന്നതും ബ്രീഫിംഗിൽ പറയാൻ പോകുന്നതും. വിനിഷ, മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ബില്ല് നാളെ ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട നിലപാടുകളുടെ ഒരു ഏകീകരണ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ യോഗം ചേരുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ചാണ് ഇപ്പോൾ യോഗം ആരംഭിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ എല്ലാ നേതാക്കളും യുടെയും നേതൃത്വത്തിൽ ഈ യോഗം ചേരുന്നു എന്നുള്ളതാണ്. നിലവിൽ എല്ലാ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും ഇതിനോടകം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജ്, അതോടൊപ്പം ആനി രാജ, ഇ.ടി. മുഹമ്മദ് ബഷീർ, കപിൽ സിബൽ, സഞ്ജയ് റാവത്ത്, സുപ്രിയ സുലെ അടങ്ങിയിട്ടുള്ള എല്ലാ ഉന്നത നേതാക്കളും ഇതിനോടകം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി. അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയും ഈ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും മണ്ഡല പുനർനിർണയത്തെ എതിർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഏത് വിധേനയാണ് ഇതിലെ വ്യവസ്ഥകൾ ഒന്നും എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. മണ്ഡല പുനർനിർണയം നടത്തുകയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ലോക്സഭയിൽ അടക്കം പ്രാതിനിധ്യം കുറയുന്ന നിലയിലേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ശക്തമായിട്ട് എതിർക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം തീരുമാനമെടുത്തിരിക്കുന്നത്. എല്ലാ പാർട്ടികളുടെയും ഒരു ഏകീകൃത തീരുമാനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു യോഗം, നിർണായകമായിട്ടുള്ള യോഗം ഡൽഹിയിൽ ചേരാൻ പോകുന്നത്. എന്തായാലും വനിതാ സംവരണ ബില്ലിനെ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളോ ഒന്നും തന്നെ എതിർക്കുന്നില്ല. അതേസമയം നേരത്തെയും ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും അവരുടെ നിലപാട് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ മണ്ഡല പുനർനിർണയം കൂടി ഇതിനോടൊപ്പം നടക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. ഇതിൽ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ സ്ട്രാറ്റജി യോഗം ചേരുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള യോഗം ചേരുന്നത്. എല്ലാ പാർട്ടികളും അവരുടെ നിലപാടുകൾ ഈ യോഗത്തിൽ അറിയിക്കും. പിന്നീട് ഒരുമിച്ച് ഐക്യകണ്ഠേന ഈ ബില്ലിനെ എതിർക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഇതിലെ വ്യവസ്ഥകൾ വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ അതിനെ എതിർക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന നിലപാട്. ആ നിലപാടുകളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. അതോടൊപ്പം മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ അത് വ്യക്തമാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര സർക്കാരിനോട് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും അതിനും ഒരു തീരുമാനം ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഈ ബില്ല് പാസ്സാക്കണമെങ്കിൽ 1/3 ഭൂരിപക്ഷം വേണം എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ പ്രതിപക്ഷത്തെ വിഘടിപ്പിച്ചുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കി എടുക്കാനുള്ള ചില ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ളത്. എന്നാലും TMC നിന്നടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ബംഗാളിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രചാരണമൊക്കെ തന്നെയും കൊഴുപ്പിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രധാനപ്പെട്ട ബില്ല് ഒരു നിലപാട് വ്യക്തമാക്കുന്നതിനായി പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ചേരുന്നതിലും അല്പസമയത്തിനകം തന്നെ ഈ യോഗം ചേരുകയും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഐക്യകണ്ഠേനയുള്ള ഒരു നിലപാട് എടുക്കുകയും ചെയ്യും.